ദേശീയ ജനാധിപത്യ സംഘം ചെയർമാനും ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റുമായ കെ. സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ഫെബ്രുവരി 19-ന് കുറ്റിപ്പുറത്ത് എത്തിച്ചേരുമെന്ന് ബി.ജെ.പി. സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ കെ. സുരേന്ദ്രൻ പറഞ്ഞു. ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ കേരള ചെയർമാൻ ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റുമായ ശ്രീ കെ. സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ഫെബ്രുവരി 19-ന് കുറ്റിപ്പുറത്ത് എത്തിച്ചേരുകയാണ്. കുറ്റിപ്പുറത്ത് മഹാസമ്മേളനത്തോടു കൂടിയാണ് അത് ആരംഭിക്കുന്നത്. കുറ്റിപ്പുറത്ത് 10,000 അണിചേരുന്ന പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ പൊതുസമ്മേളനത്തിന് ശേഷം ആ യാത്ര മാണൂർ നടക്കാവിൽ സമാപിക്കുകയാണ്. നടക്കാവിലേക്കാണ് പദയാത്ര നടത്തുന്നത്. കുറ്റിപ്പുറം മുതൽ മാണൂർ നടക്കാവ് വരെ 10,000 അണിനിരക്കുന്ന പദയാത്രയാണ് നടക്കുന്നത്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ ജനക്ഷേമ പദ്ധതികൾ ഒരിക്കൽ കൂടി ജനങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതിനും മോദി സർക്കാർ നൽകുന്ന ഗ്യാരണ്ടി കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനും കേരളത്തിലെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ കൂടുതൽ നടപ്പിലാക്കാൻ പര്യാപ്തമായ രീതിയിൽ കേരളത്തിലെ ജനങ്ങൾ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തണമെന്നും വരാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഇന്ത്യ രാജ്യത്ത് ഒരു പരിവർത്തനമുണ്ടാക്കുന്ന ലോകത്തെ 3ാം സാമ്പത്തിക ശക്തിയായി രാജ്യം വളർത്തുമെന്ന് നരേന്ദ്രമോദി സർക്കാർ തന്നെ മോദി സർക്കാർ തന്നെ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ലോക രാജ്യങ്ങളിൽ മോദി സർക്കാർ തന്നെ വിവിധ രാജ്യങ്ങളിൽ പോയി തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ഇന്ത്യ ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാകാൻ പോവുകയാണ്. അതുകൊണ്ട് വികസിത രാഷ്ട്രത്തിലേക്കുള്ള കുതിപ്പിൽ കേരളത്തിലെ ജനങ്ങളും പങ്കാളികളാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഈ യാത്രയിൽ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഞങ്ങൾ കുറ്റിപ്പുറത്തേക്കും നടക്കാവിലേക്കും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. മാത്രമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങൾ കേരളത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വികസനത്തിൻ്റെ വലിയ ഒരു മുന്നേറ്റമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വിശിഷ്യ മലപ്പുറം ജില്ലയിൽ 100 കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് റെയിൽവേ സ്റ്റേഷനുകളിൽ അമൃതം പദ്ധതി ഇപ്പോൾ അടുത്ത് തന്നെ ഉദ്ഘാടനം ചെയ്യും. 26-ാം തീയതി കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. അങ്ങാടിപ്പുറം നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. അത്തരം നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദേശീയപാത വികസനം, അതോടൊപ്പം തന്നെ കേരളത്തിന് വിവിധ പദ്ധതികൾക്കായിട്ട് നിരവധിയായിട്ടുള്ള പദ്ധതികൾ കേരളത്തിന് ആയിരക്കണക്കിന് കോടി രൂപ, ഇപ്പം നാഷണൽ ഹൈവേ വികസനത്തിന് തന്നെ 1,52,000 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ വികസനം കേരളത്തിലേക്ക് കൂടുതൽ വരണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ഈ ജനദ്രോഹ നയങ്ങൾ ജനങ്ങളെ തുറന്നു കാണിക്കാൻ, കാരണം ഇപ്പം നമുക്കറിയാം എസ്ട്രാലോജിക്കുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി, മകൾക്കും വേണ്ടി മാത്രം കേരളത്തിലെ സമ്പത്ത് കൊള്ളയടിക്കാൻ മാത്രമായി കേരളത്തിലൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ മാറിയിരിക്കുന്നു, ഇടതുപക്ഷ സർക്കാർ മാറിയിരിക്കുന്നു എന്ന് വ്യക്തമായിരിക്കുകയാണ്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ അഴിമതിയും ജനദ്രോഹ നിലപാടുകളും തുറന്നു കാണിക്കുകയും മാത്രമല്ല രൂക്ഷമായ വിലക്കയറ്റം നമ്മുടെ കേരളത്തിൽ കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ വിലക്കയറ്റമാണ്. മാവേലി സ്റ്റോർ സപ്ലൈകോ നോ സപ്ലൈകോ ആയി മാറിയിരിക്കുന്നു. വിലക്കയറ്റം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സപ്ലൈകോ ക്രമാതീതമായി വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിലൊക്കെയുള്ള ജനരോക്ഷം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരവസരമാണ് ഈ വരാൻ പോകുന്ന 19-ാം തീയതി കുറ്റിപ്പുറത്ത് നിന്ന് നടക്കാവിലേക്ക് നടക്കുന്ന 10,000 അണിനിരക്കുന്ന ഈ പദയാത്രയിൽ മുഴുവൻ ജനങ്ങളെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. കുറ്റിപ്പുറത്ത് 3 മണിക്ക് 10,000 പങ്കെടുക്കുന്ന പൊതുസമ്മേളനത്തിനു ശേഷം നടക്കാവിലേക്ക് പദയാത്ര നടക്കും. പദയാത്രയുടെ സമാപന സമ്മേളനം നടക്കാവിൽ വെച്ച് നടക്കും. കുറ്റിപ്പുറത്ത് നടക്കുന്ന പൊതുസമ്മേളനത്തിലും തുടർന്ന് പദയാത്രയ്ക്ക് ശേഷം നടത്തുന്ന സമാപന യോഗത്തിലും കേന്ദ്രമന്ത്രിമാരും ദേശീയ നേതാക്കളും പങ്കെടുക്കുമെന്നും കെ. സുരേന്ദ്രൻ പറഞ്ഞു.